ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. അപകടത്തിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അപകടത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചനകൾ, ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നു എന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. അരൂർ തുറവൂർ മേൽപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അപകടം അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നത്. ഇത്തരമൊരു അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള പേടിയിലായിരുന്നു നമ്മളെല്ലാവരും. ഉണ്ടാകുമെന്നുള്ളത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെ 4 തവണയെങ്കിലും ഞാൻ നല്ല നിയന്ത്രണം തന്നെ ഉണ്ടായതിനു ശേഷമാണ് കാരണം അത്രയും അധികം വാഹനം നമുക്ക് അടിയിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ശ്രദ്ധ ഇവിടെ പോലീസും സംവിധാനവും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ രാത്രി സംഭവിച്ചത്, എന്നാലും ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ നമുക്ക് വലുത് തന്നെയാണ്. ഒരു ജീവൻ ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. അനേകം ജീവൻ നമ്മുടെ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുഴികളിലൊക്കെ പെട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും നിരന്തരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരിക്കുന്ന ഇടത്തിലാണ് നമ്മൾക്കിങ്ങനൊരു പണി നടക്കുന്നത്. ഗഡർ ഉയർത്തുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കുള്ള പരിപാടിയാണ്. അത് അടിയിലൂടെ വാഹനങ്ങൾ മനുഷ്യജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉത്കണ്ഠാകുലരാണ്. അതിന് അടിയന്തരമായിട്ട് നടപടിയെടുക്കണം, പോലീസിൻ്റെ സംവിധാനം എല്ലാം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പോലീസിൻ്റെ ശ്രദ്ധകളുണ്ട്. ഞാൻ സംസാരിച്ചു എലിവേറ്റഡ് ഹൈവേയുടെ ആൾക്കാരുമാണ്. അവർ പറഞ്ഞത് ഇതിൻ്റെ ജാക്കി എന്തോ ഒടിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. ഇത് കയറ്റുന്നതിനിടയ്ക്ക് സ്ലിപ്പായെന്ന്, ജാക്കി സ്ലിപ്പായെന്ന്. റിസ്ക് നിറഞ്ഞ പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് വാഹനം കടന്നു പോകാതിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല, പണി നടത്താതിരിക്കുവാനും സാധിക്കില്ല. ഇത്ര വർഷം കൊണ്ട് ഇവർ പണി പൂർത്തിയാക്കി നമുക്ക് തരണമെന്നാണല്ലോ. ഗഡർ കയറ്റുന്ന സമയത്ത് ഒരു വാഹനം അവർ കടത്തി വിടാറില്ല, ആ ഭാഗത്തോട്ട് കടത്തി വിടാറില്ല. വിജിതയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിജിത, അരൂർ MLA ദലീമ പറയുന്നതനുസരിച്ച് മുൻകരുതലുകളൊക്കെ നേരത്തെ എടുത്തിരുന്നു, എന്നാൽ അപ്രതീക്ഷിതമായി ഈ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം നിരവധി പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഈ ഒരു നിമിഷം വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ പ്രദേശത്ത് നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിജിത വിവരങ്ങൾ? പോലെ തന്നെ അരൂർ തുറവൂർ ദേശീയപാതയിൽ അപകടം ഉണ്ടാകുന്നത്, ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടാകുന്നത് 2:30 കൂടിയാണ്. ഈ 2:30 അതുവഴി സഞ്ചരിച്ച വാനിന് മുകളിലേക്ക് ഈ ഗർഡർ വീഴുന്ന സാഹചര്യം ഉണ്ടായി. 3:30 ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് ഫയർഫോഴ്സ് എത്തുകയും നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഏകദേശം 4 മണിക്കൂറുകളോളം സമയമെടുത്തു ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വാൻ ഓടിച്ചിരുന്ന രാജേഷ് എന്ന് പറയുന്ന ആളെ ഇതിൽ നിന്നും പുറത്തെടുക്കാൻ. അതിനുശേഷം ഈ വാഹനം വെട്ടിപ്പൊളിച്ച് രാജേഷിനെ പുറത്തെടുക്കുകയും ജനറൽ ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. തുടർന്ന് അവിടെ കളക്ടർ അടക്കമുള്ള MLA അടക്കമുള്ളവർ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ MLAയും കളക്ടറും എല്ലാം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പണി നിർത്തിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. MLA പറയുന്നത് ഇങ്ങനെയാണ്, പണി നിർത്തിവെക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, കൃത്യസമയത്തിനുള്ളിൽ തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ എടുത്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. കളക്ടറും ഇക്കാര്യം തന്നെ ആവർത്തിക്കുകയുണ്ടായി. കാരണം പണി നിർത്തിവെക്കാൻ കഴിയില്ല, ആകെ 1000 ദിവസങ്ങളാണ് നമുക്കുള്ളത്. 2700ഓളം ഗർഡറുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പോലീസിനെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. എന്നാൽ കരാർ കമ്പനി കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രതികരണമാണ് നടത്തുന്നത്. കരാർ കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കരാർ കമ്പനി പറയുകയാണ് വീഴ്ചയുണ്ടായിട്ടില്ല, ഹൈഡ്രോളിക് ജാക്കാണ് ഉപയോഗിച്ചിരുന്നത്, ഇതുവരെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ജാക്ക് ഫെയിലിയർ ആണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിയറിംഗ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നത്. അതോടൊപ്പം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ വാഹനം അങ്ങോട്ട് കയറിയത് എന്ന് അറിയില്ല. ഇക്കാര്യത്തിന് ശേഷം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രദേശത്ത് ഉണ്ടാകുന്നത്. നാട്ടുകാരടക്കമുള്ളവർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടുകാരടക്കം ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഗതാഗതം കടത്തി വിട്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 42ഓളം അപകടങ്ങൾ ഈ ഒരു ആലപ്പുഴ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. സർവീസ് റോഡുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ ഗർഡറുകൾ തന്നെ വീണുകൊണ്ട് ഇതിനു മുൻപും അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള
കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന ഒരുപാടധികം വിദ്യാലയങ്ങളടക്കമുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഒന്നും കുട്ടികൾ നേരത്തെ എത്താറില്ല. ഈ ഒരു നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളെല്ലാം തന്നെ ഗതാഗതം രൂക്ഷമാകുന്ന സാഹചര്യം അടക്കമുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിക്കെതിരെ ഇതിനു മുൻപും ഈ ഒരു സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇക്കാര്യത്തിൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു FIR ഇട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് പോലീസ് അടക്കം തയ്യാറാവുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കമ്പനിക്കെതിരെ ഒരു FIR അടക്കം ഇടുന്ന കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ ഒരു ഉദ്യോഗസ്ഥരും ഈ ഒരു പണി നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെയുള്ള ഈ ജോലി ചെയ്യുന്ന താഴെ തട്ടിലുള്ള ജോലിക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരാരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാവാറില്ല. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ ജോലി തീർക്കണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ അടക്കം അവിടെ തയ്യാറാക്കി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രദേശത്തുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ KC വേണുഗോപാൽ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സർവീസ് റോഡുകൾ അടക്കമുള്ളവ കൃത്യമായി അത് ഒരുക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആളുകൾക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഈ സർവീസ് റോഡുകളെല്ലാം തയ്യാറാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പണി നടക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സുരക്ഷ എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുമ്പോൾ. വാഹനങ്ങളടക്കം വരുന്ന മേഖലയാണ്, ഒരുപാടധികം തിരക്കുകൾ ഉണ്ടാവുന്ന ഒരു മേഖലയാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമായിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് KC വേണുഗോപാൽ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നാട്ടുകാരടക്കം പറയുന്നത്, ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മേഖലയിൽ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പൊതുമരാമത്ത് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. കൃത്യമായി എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നടക്കം വെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ ഇത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടായത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പും അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട്. കാരണം കരാർ കമ്പനി പറഞ്ഞ ചില കാര്യങ്ങൾ, ഇത്തരം ഒരു ഗതാഗത ഇത് ഉണ്ടായിരുന്നു, അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല. പക്ഷേ ഈ വാഹനം എങ്ങനെ അവിടെ വന്നു എന്നറിയില്ല എന്നുള്ളൊരു കാര്യമാണ് കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നാട്ടുകാരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉന്നയിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട്. കാളിദാസ്. ശരി, വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.